പള്ളിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്നറിയാം. സ്ത്രീ അച്ഛന്മാർ പ്രാർത്ഥിക്കാൻ ഇരിപ്പുണ്ട്. ഒന്ന് രണ്ട് നിമിഷം അച്ഛനെ ഒന്ന് ഓർത്തുകൊള്ളട്ടെ. പ്രിയപ്പെട്ട ജോർജ് നെല്ലിശ്ശേരി അച്ഛന് വളരെ സമർത്ഥനായ ഒരു വൈദികനായിരുന്നു. വടവാതൂർ സെമിനാരിയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. എൻ്റെ 2 വർഷം മുമ്പിൽ ആയിരുന്നു അച്ഛന്. ആ കാലഘട്ടം മുതൽ തന്നെ അച്ഛൻ വലിയ ആഴമായ ദർശനങ്ങൾ സഭയെക്കുറിച്ചും ദൈവാരാധനയെക്കുറിച്ചും എല്ലാം ഉണ്ടായിരുന്നു. അച്ഛനെ ചാപ്പലിൽ നൽകുന്ന ഡീക്കനായിരുന്നപ്പോൾ നൽകിയ സന്ദേശത്തിലും അച്ഛൻ പറയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും സഭയോടും ഈശോയോടും ചേർന്ന് ചിന്തിച്ച് ചെയ്യണം. ശമാശനായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം വലിയ കാഴ്ചപ്പാടുകളോടുകൂടി നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും എല്ലാം ചെയ്തു. വൈദികനായ ശേഷം അച്ഛന് 2 സ്ഥലത്ത് സ്ഥിതിയായിട്ടും 14 ഇടങ്ങളിൽ വികാരിയായിട്ടും ശുശ്രൂഷ ചെയ്തു. വലിയൊരു സേവന കാലഘട്ടമാണിത്. അച്ഛൻ്റെ ബൗദ്ധിക മികവും കുർബാനയോടുള്ള അച്ഛൻ്റെ ആ ഒരു വലിയ അടുപ്പവും എല്ലാം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അച്ഛൻ വടവാതൂർ ശമാശനായിരുന്നപ്പോൾ തന്നെ വലിയൊരു പുസ്തകം, ദൈവശാസ്ത്ര പുസ്തകം ഡിവൈൻ മിലിയോ, ദൈവമേഖല എന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നല്ലൊരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട് അച്ഛൻ നൽകി. പിന്നീട് അച്ഛൻ സത്യദീപത്തിനും കലാരിവട്ടം POCയിലും മലബാർ മെയിലിൻ്റെ എഡിറ്ററായിരുന്നപ്പോഴും ജീവൻ TV ന്യൂസിലായിരുന്നപ്പോഴും മംഗലപ്പുഴ സെമിനാരിയിൽ പഠിപ്പിച്ചപ്പോഴും അക്ഷരശ്രീ മാധ്യമഭവൻ മാനേജിംഗ് ഡയറക്ടറായിരുന്നപ്പോഴും മീഡിയ അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടറായിരുന്നപ്പോഴും എല്ലാം അച്ഛൻ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ സഭയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ദൈവാരാധനയെക്കുറിച്ചും എല്ലാം അച്ഛൻ പഠിപ്പിച്ചു. അച്ഛൻ നല്ല കരുത്തനായ ആളായിരുന്നു, നല്ല ആത്മീയതയുള്ള ആളായിരുന്നു. ഈ തറവാട് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ഈ വലിയ അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തറവാടാണിത്. ആ തറവാടാണ് അച്ഛന് ജന്മം നൽകിയത്. ദൈവത്തിൻ്റെ മല കയറാൻ ഹോർബിലേക്ക് കയറുമ്പോൾ നമ്മളുടെ കാലുകളിലെ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ മല കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അസ്വസ്ഥതകൾ, ചെരുപ്പുകൾ നഷ്ടപ്പെടുന്നു, കാല് കുഴഞ്ഞു വീഴുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ശരീരം സമ്മതിക്കാണ്ട് വരുന്നു. അത് നമ്മൾ മറികടക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അച്ഛൻ അനശ്വരനായ ഒരു വ്യക്തിയായിരുന്നു. അച്ഛൻ്റെ ലക്ഷ്യസ്ഥാനം നമ്മളുടെ സഭയായിരുന്നു. ഫീനിസ് ഓംനിയം എക്ലീസിയ, എല്ലാം സഭയാണ് ആത്യന്തികമായിട്ടുള്ള ഉത്തരം നൽകേണ്ടത്. അതോടൊപ്പം യൂക്കരിസ്റ്റ് മേക്സ് ദ ചർച്ച്, വിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത് എന്നുള്ള ആദിമസഭയുടെ പ്രബോധനമെല്ലാം ചിന്തിച്ചുകൊണ്ട് അച്ഛന് സഭയോടൊത്ത് സെന്റിയിലേക്കും എക്ലീസിയ, സഭയോടൊത്ത് ചിന്തിച്ച ഒരു മനുഷ്യനാണ്. അച്ഛന് പലതവണ ഈ നാടുകളിലൊക്കെ അച്ഛനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അച്ഛൻ്റെ ലേഖനങ്ങൾ എഴുതിയതാണ്. മാധ്യമ പ്രവർത്തനവുമായിട്ടാണല്ലോ അച്ഛൻ ആദ്യമായിട്ട് പൊതുരംഗത്ത് ബന്ധപ്പെട്ടത്. അച്ഛൻ പഠിച്ച കാര്യം വസ്തുതകളെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സത്യസന്ധതയാണ്, ആ ഒരു നിലപാടാണ് അദ്ദേഹത്തെ നമ്മുടെ വൈദിക ഗണത്തിൽ വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് കണ്ടതും. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. യാക്കോബ് അനുഭവിച്ച വേദനയും അതാണല്ലോ. അദ്ദേഹം കല്ല് തലയണയാക്കിയപ്പോൾ വലിയ ദർശനം അദ്ദേഹത്തിനുണ്ടായി. ഗോവണി കണ്ടു, സ്വർഗത്തിലേക്കുള്ള ഗോവണി. അത് ദൈവത്തിൻ്റെ സ്ഥലമെന്ന് അദ്ദേഹം പേരിട്ടു. പിന്നീട് തിരിച്ച് അദ്ദേഹം വന്നപ്പോൾ രാത്രിയിൽ തനിച്ച് ഒരു മൽപ്പിടുത്തം നടത്തേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടയിൽ ഒടിഞ്ഞു. അദ്ദേഹം ഏന്തിയാണ് പിന്നീട് നടന്നത്. അങ്ങനെ ഏന്തല് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് യാക്കോബല്ല ഇസ്രായേലാണെന്ന്. ഈ 2 അനുഭവം, അത് കർത്താവിന്റെ ഭവനം തിരിച്ചറിഞ്ഞപ്പോഴും ഈ ബേഥേൽ എന്ന സ്ഥലത്ത് വെച്ച് ഗോവണി കണ്ടപ്പോഴും തുടയലിലൊടിഞ്ഞ സ്ഥലത്തിന് പെനുവേൽ ദൈവത്തിന്റെ സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകുന്നത് ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ സംശുദ്ധി കൊണ്ടാണ്, സുവിശേഷ വഴികൾ കണ്ടെത്തുമ്പോഴാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പസ്റ്റോലിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വൈദികനായിരുന്നു അച്ഛന്. അപ്പസ്തോലന്മാരോട് ചേർന്ന് നിന്നും അപ്പസ്റ്റോലിക് ചൈതന്യത്തിൽ
ജീവിക്കുകയും ചെയ്ത സത്യസഭയുടെ സംരക്ഷകനും പ്രഘോഷകനുമായിരുന്നു. അത്തരത്തിൽ അച്ഛനൊരു നിർണായകമായ സ്ഥാനം നമ്മുടെ സഭയിൽ മുഴുവനുമുണ്ട്. ഈ അതിരൂപതയിൽ മാത്രമല്ല. അച്ഛൻ ചെയ്ത ത്യാഗവും അച്ഛൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും സിനഡിനോടും പോളിസിയോടുമെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള ഒരു വലിയ മേഖലയിലാണ് അച്ഛൻ നിന്നത്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, there is no correct way of doing a wrong thing. There is no correct way of doing a wrong thing. നമ്മൾ സത്യമായിട്ടുള്ളത് ചെയ്യണം, ശുദ്ധമായിട്ടുള്ളത് ചെയ്യണം. തെറ്റായിട്ടുള്ളൊരു കാര്യം നമുക്ക് ശരിയായിട്ട് ചെയ്യാനൊക്കെയില്ല. അങ്ങനെയുള്ള വലിയ പ്രബോധനങ്ങൾ അദ്ദേഹം നൽകി. ഞാൻ ഈ കുടുംബത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവിടെയുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്, ധാരാളം വൈദികരും സമർപ്പിതരും ഇവിടെയുണ്ട്. അച്ഛൻ്റെ സ്വന്തക്കാരനായ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ഇവിടെ ഉണ്ട്. വളരെ സമർത്ഥനായ ആളാണ് അദ്ദേഹം. പഠിച്ചിരുന്ന കാലത്തും പിന്നീട് അതിരൂപതയുടെ പ്രവർത്തനങ്ങളിലുമെല്ലാം ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ വലിയൊരു വൈദികനായിരുന്നു, അഭിഷിക്തനായിരുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി സുവിശേഷത്തിൻ്റെ ലാളിത്യത്തിൽ വസ്ത്രത്തിലും വാക്കുകളിലും ഭക്ഷണത്തിലുമെല്ലാം അദ്ദേഹം നല്ല വൈദികനായിരുന്നു. ട്രൂ പ്രീസ്റ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം സ്വീകാരനാകട്ടെ. ചാവറപ്പള്ളിവാനോടും വിശുദ്ധ അൽഫോൻസാമയോടും പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.